മുസ്ലിം ലീഗിൻ്റെ ഒരു അവസ്ഥ, അതല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഈ അവസ്ഥയിൽ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. PM ശ്രീയെക്കുറിച്ചാണ് ഇന്ന് അടിയന്തര പ്രമേയം. പ്രതിപക്ഷത്ത് നിന്ന് CPI നേതാവ് P പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നോട്ടീസിന് മറുപടി പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രി. PM ശ്രീ പദ്ധതി അറബിക്കടലിൽ ഒഴുക്കും എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് തന്നെ അതേ PM ശ്രീയെ ന്യായീകരിക്കേണ്ടി വരിക. അതാണ് ഇന്ന് സഭയിൽ കണ്ടത്. അതിന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൊടുത്ത മറുപടിയുണ്ട്. ആ മറുപടി സഭയ്ക്കകത്തും പുറത്തും പ്രകമ്പനം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. സഭയ്ക്കകത്ത് നിശബ്ദമായിട്ടാണ് ഭരണപക്ഷം പിണറായിയുടെ പ്രസംഗവും കേട്ടത്. N ഷംസുദ്ദീൻ മുസ്ലിം ലീഗിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, രണ്ടുപേരുടെയും വാക്കുകൾ. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. നിങ്ങൾ പറയട്ടെ, കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു കേന്ദ്രത്തിന്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. അതിന്റെ മലയാളം ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. പൊതു താല്പര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി, സർ ബേളം വെക്കല്ലെന്ന് പറയും, മുൻകൂർ നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് അതുപ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. PM ശ്രീ പദ്ധതിയുടെ കാലാവധി തീരാൻ ഇനി കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ട് SSK ഫണ്ട് തടഞ്ഞു വെച്ച വിവരങ്ങൾ ഇവർ അറിയില്ലാന്ന് തോന്നുന്നു. SSK ഫണ്ട് തടഞ്ഞു വെച്ച് അതിൻ്റെ ഭാഗമായി കിട്ടേണ്ട തുക നിർത്തിവെച്ചത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണല്ലോ. സർ, PM ശ്രീ പദ്ധതി വഴി കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പണം ലഭിച്ചിട്ടുണ്ടോ? ഒരു പൈസയും ഇതേവരെ കേരളം അതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ല. ഒരു PM ശ്രീയുടെ ഭാഗമായി കേരളം വാങ്ങിയിട്ടില്ല. സർ, PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസനമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ തരത്തിലുള്ള പദ്ധതി നാം നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും ഒരു 40% മുടക്കി നമ്മൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വല്ലാതെ ശ്രമിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ തുടക്കം മുതൽ 2022 മുതൽ അതുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കാത്ത സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. സർ, പക്ഷേ സംഭവിച്ചത് അതിൻ്റെ പേരെ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കേണ്ട 1158 കോടി രൂപയാണ് തടഞ്ഞു വെക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. സർ, അന്ന് അതിനെതിരെ നാം എല്ലാം ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതാണ്. പക്ഷേ മറ്റ് കാരണങ്ങളാൽ അതുമായി ഒന്നിച്ചു നിൽക്കാൻ അന്നത്തെ പ്രതിപക്ഷം തയ്യാറായില്ല എന്നത് അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. PM ശ്രീ പദ്ധതി എന്നത് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അവർ നിർദ്ദേശിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കലാണ് സംഘപരിവാറിന്റെ അജണ്ട. സർ, NEP RSS മുഖപത്രമായ ഓർഗനൈസർ തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ 2022 മുതൽ അതിനോട് വ്യക്തമായ വിയോജിപ്പാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ആ അജണ്ടയ്ക്ക് മുന്നിൽ നിർലജ്ജം കീഴടങ്ങാനാണോ UDF സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നത് എന്നതാണ് നാടിന് മുന്നിൽ ഉയരുന്ന ചോദ്യം. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ വാദങ്ങളെല്ലാം വിഴുങ്ങുകയാണ്. സർ, വല്ലാത്തൊരു ഒത്തുകളി. ഇത് രഹസ്യമായല്ല, ഇതെല്ലാം പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു. സർ, വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ ഒരിക്കലും ഞങ്ങൾ LDF തലകുനിച്ചിട്ടില്ല. NCERT വെട്ടിമാറ്റിയ, ഞാൻ അവസാനിപ്പിക്കുക, വെട്ടിമാറ്റിയ ഗാന്ധിവധം, അതേപോലെ തന്നെ മുഗൾ ചരിത്രം, ഇതെല്ലാം അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള അവസരമൊരുക്കിയത് LDF സർക്കാരായിരുന്നു. സർ, അതുപോലെ തന്നെ NBക്കെതിരെയുള്ള ഉദാത്തമായൊരു മാതൃകയാണ് കേരളം സ്വന്തമായി ഉന്നത വിദ്യാഭ്യാസ
പരിഷ്കരണ ചട്ടക്കൂട് രൂപീകരിച്ചത്. സർ, ഇതൊക്കെ UGCയുടെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കാൻ ആർജവം കാണിച്ച സർക്കാരായിരുന്നു LDF സർക്കാർ. സർ, ഞാൻ സമയം പോയതുകൊണ്ട് MGVCയുടെ കാര്യം പറയുന്നില്ല. അവിടെ 19 BJPക്കാരെ തിരികെ കയറ്റിയ പ്രശ്നം പറയുന്നില്ല. അത്തരം കാര്യങ്ങളിൽ വലിയ മൗനം നിങ്ങളെ സർക്കാർ പാലിച്ചതിനെക്കുറിച്ചും ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരണത്തിൻ്റെതായ പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നാം കാണണം. സർ, കേരളം ആശങ്കപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ടയെ ചെറുത്തുനിന്ന കാലം സർക്കാർ തലത്തിൽ അവസാനിക്കുകയാണോ? എന്നാൽ കേരളം അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ നിലപാടിൽ, സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് നടത്തുകയാണ്. Yes. Sir.